ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ 7ാമത്തെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ആണ്. ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. ഈ ചാപ്റ്ററിനകത്ത് ആദ്യം തന്നെ കൃഷിയുടെ ഉത്ഭവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 70,000 BC-യിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. 7000 BC-യിലാണ് കൃഷി ചെയ്യാൻ മനുഷ്യർ ആരംഭിക്കുന്നത്. ഏതാണ്ട് 3000 BC-യിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായിട്ടുള്ള മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് കൃഷി ആരംഭിക്കുന്നത്. അപ്പൊ ഇതാണ് കൃഷിയുടെ ഉത്ഭവമായിട്ട് പറയുന്നത്. അപ്പൊ കൃഷിയെ നമുക്ക് ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഒന്നാമത്തേതാണ് ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉപജീവന കൃഷി എന്ന് പറയും. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മുടെ ഉപയോഗശേഷവും ബാക്കി ഉൽപ്പന്നങ്ങൾ വന്നാൽ അത് വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുകയും ലാഭത്തിനുപരി മറ്റ് രീതികളാണ്, മറ്റ് ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ലാഭമല്ല ഉപജീവന കൃഷിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പാരമ്പര്യമായിട്ടുള്ള കാർഷിക രീതികളാണ്, കാർഷിക ഉപകരണങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സമ്മിശ്ര കൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് ടൈപ്പ് ഓഫ് വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ കന്നുകാലി വളർത്തലും കോഴി വളർത്തലും മീൻ വളർത്തലും തുടങ്ങിയവയും സംയോജിച്ച് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കും. ഇനി കൃഷിക്കാവശ്യമായിട്ടുള്ള വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചു ലഭിക്കും. ഈ കൃഷി രീതിയുടെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഇതിന് ചെലവ് താരതമ്യേന കുറവാണ് സമ്മിശ്ര കൃഷിക്ക്. കാരണം എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് പശുവിൽ നിന്ന് നമുക്ക് വളം കിട്ടും, അപ്പൊ പുറത്തുനിന്ന് നമുക്കൊരു വളത്തിന്റെ ആവശ്യമില്ല. കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കും, അപ്പൊ പുറത്തുനിന്ന് തീറ്റ വാങ്ങേണ്ടി വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള രീതി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, സമ്മിശ്ര കൃഷിയിലെ ചെലവ് താരതമ്യേന കുറക്കാൻ പറ്റും. ഇനി അടുത്തതാണ് തോട്ടവിള കൃഷി. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് വിശാലമായിട്ടുള്ള പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായിട്ടുള്ള തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റിലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നു. ഈ സമയത്ത് അതിനുവേണ്ടി അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കോളനി രാജ്യങ്ങളിൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രമല്ല വരുമാനം, ദീർഘകാലത്തേക്ക് വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതയാണ്. നമുക്ക് ഒരുപാട് കാലം, ദീർഘകാലം വരുമാനം കിട്ടും. അതേപോലെ താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ്. അടുത്തത് വാണിജ്യ വിലയാണ്. പേര് പോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഇത് പറയുന്നത് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. വൻതോതിലാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ വ്യവസായശാലകളിൽ നമുക്ക് വേണ്ട കാർഷിക അസംസ്കൃത വസ്തുക്കൾ വാണിജ്യ വിള കൃഷിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഈ വാണിജ്യ വിള കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇവിടെ റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയ വാണിജ്യ വിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് കൃഷികളാണുള്ളത്. അപ്പൊ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഓരോന്നിന്റെയും പ്രത്യേകതകൾ ടേബിളായി കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപാദനവും ചെറിയിടങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതും പരമ്പരാഗതമായിട്ടുള്ള കാർഷികോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും അതേപോലെ ലാഭമല്ല ഇതിന്റെ ലക്ഷ്യവുമാണ്. ഇതൊക്കെയാണ് ഉപജീവന കൃഷിയുടെ പ്രധാനപ്പെട്ട മേന്മകൾ. ഇനി സമ്മിശ്ര കൃഷി പറഞ്ഞാൽ നമുക്ക് ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്താം. ഉൽപാദന ചെലവ് കുറവായിരിക്കും. താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും വൻതോതിലുള്ള ഉൽപാദനവും അതേപോലെ ദീർഘകാലത്തേക്കുള്ള വരുമാനവും തോട്ടവിള കൃഷി നൽകുന്നു. ഇനി ഉയർന്ന മൂലധന നിക്ഷേപവും അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതുമാണ് വാണിജ്യ വിള കൃഷിയുടെ പ്രധാനപ്പെട്ട നേട്ടം. അപ്പൊ ഇത്രയാണ് നമ്മൾ കൃഷി രീതിയെ പറ്റി പഠിച്ചത്. ഇനി നമുക്ക്
ഓരോ ഭക്ഷ്യവിളകള് നാണ്യവിളകൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെല്ലും ഗോതമ്പ് തുടങ്ങിയവയൊക്കെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഭക്ഷ്യവിളകള്. പരുത്തി, റബ്ബർ തുടങ്ങിയവയൊക്കെ നാണ്യവിളകളുടെ കൂട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഓരോ വിളകളും അതായത് ഗോതമ്പ്, പരുത്തി, നെല്ല് തുടങ്ങിയ വിളകളും അവ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശും പഞ്ചാബും മധ്യപ്രദേശും ഹരിയാനയുമാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഇനി പരുത്തി കൃഷി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഒന്ന് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. ഇനി നെല്ല് കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ബീഹാറിലുമാണ്. തമിഴ്നാട്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ സവിശേഷതയാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ. ഇതിന് കാരണം ഒന്ന് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, മറ്റൊന്ന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്, മറ്റൊന്ന് ജലസേചന സൗകര്യവുമാണ് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന കൃഷികൾക്ക് കാരണം. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും ഉണ്ട്. പരുത്തി എന്ന് പറയുന്ന കാർഷികോൽപ്പന്നമാണ് തുണി വ്യവസായത്തിന്റെ അടിസ്ഥാനം. കരിമ്പിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. കരിമ്പാണ് പഞ്ചസാര വ്യവസായത്തിന് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ റബ്ബറും ഇതേപോലെ ഒരു കാർഷികോൽപ്പന്നമാണ്. ഇത് നമ്മൾ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. ഇനി നമ്മുടെ ഭൂവൽക്കത്തിലെ അനേകായിരം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹേമറ്റീറ്റ്, മാഗ്നറ്റീറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും നമ്മുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ അലുമിനിയത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ബോക്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കലാം എന്ന് പറയുന്നത് സിങ്കിന്റെ അയിരാണ്. മാഗ്നറ്റീറ്റും ഹേമറ്റീറ്റും ഇരുമ്പിന്റെ അയിരാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലോഹങ്ങളുടെ വ്യാവസായികമായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയ അലോഹ ധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. അപ്പോൾ മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയവ എന്താണ്? അലോഹ ധാതുക്കളാണ്. അതേസമയം പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഇന്ധന ധാതുക്കളുമാണ്. ധാതുക്കളെ പ്രധാന സംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് എന്ത്? ഇരുമ്പ്. അതായത് ഇവിടെ നമ്മൾ ഇരുമ്പ് ധാതുവിനെയാണ് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഒന്ന് ഇരുമ്പുരുക്ക് വ്യവസായം, മറ്റൊന്ന് ചെമ്പ് വ്യവസായമാണ്, മറ്റൊന്ന് അലുമിനിയം വ്യവസായമാണ്. ധാതുക്കളും അവയുടെ ഉപയോഗവും കൊടുത്തിട്ടുണ്ട്. ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിനും, ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. അത് നമ്മൾ വിമാനം, വൈദ്യുത ഉപകരണം ഇവ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൽക്കരി നമ്മൾ തീവണ്ടി, ഇരുമ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഹരിത വിപ്ലവമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന കാർഷിക ക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷികോൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ നേരിട്ടു. ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളെ, ഈ പ്രതിസന്ധികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കി. ഒന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണം, മറ്റൊന്ന് ഹരിത വിപ്ലവം. അപ്പോൾ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിൽ ഒരാളുടെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിച്ചഭൂമിയായിട്ട് കണക്കാക്കി അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായിട്ട് എന്ത് ചെയ്തു? കാർഷിക ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് മാതൃകയായിട്ട് ആദ്യമായിട്ട് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇനി എന്താണ് ഹരിത വിപ്ലവം എന്ന് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും, പുത്തൻ സാങ്കേതിക വിദ്യകളും, കുറഞ്ഞ നിരക്കിൽ വായ്പയും നൽകി ശാസ്ത്രീയ ജലസേചനം നടപ്പിലാക്കി. ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിച്ചു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. ഈ പദ്ധതിയെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നേട്ടം കാണാനായത് ഗോതമ്പിനായിരുന്നു. അതുകൊണ്ട് ഇത് ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഹരിത വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോതമ്പ് വിപ്ലവം.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അദ്ദേഹം 1925 ആഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് ജനിച്ചത്. 1925 ഓഗസ്റ്റ് 7. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിക്കുകയും രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിന് ആയിട്ട് നോർമൻ ഇ ബോർലോഗുമായിട്ട്, അതായത് ഹരിത വിപ്ലവത്തിന്റെ പിതാവുമായിട്ട് സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തുകയും ചെയ്തു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണെന്ത് എം എസ് സ്വാമിനാഥൻ. അതേസമയം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ എർണസ്റ്റ് ബോർലോഗ് ആണ്. അദ്ദേഹമായിട്ട് സഹകരിച്ചിട്ടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവം എന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അങ്ങനെ നമ്മുടെ സാധാരണയായിട്ട് കിട്ടുന്ന വിളവെടുപ്പിനേക്കാളും 5 ദശലക്ഷം ടണ്ണ് അധിക ഉൽപ്പന്നം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച അദ്ദേഹത്തെ പത്മശ്രീയും പത്മഭൂഷണും ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. അപ്പോ അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുംഭകോണത്ത് 1925 ആഗസ്റ്റ് 7 ജനിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി ഹരിത വിപ്ലവത്തിന് നേട്ടങ്ങൾ മാത്രമല്ല, ഒരുപാട് പരിമിതികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയും ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറയുകയും ചെയ്തു. പക്ഷേ അതേസമയം നമ്മൾ ജലസേചനത്തിനായി ഭൂഗർഭജലം അധികമായിട്ട് ഉപയോഗിച്ചതിനെ തുടർന്ന് അതിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറഞ്ഞു. അപ്പൊ നമ്മൾ നേട്ടങ്ങളിലും കൂടെ പരിമിതികളും കൂടി ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. അദ്ദേഹം 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ചു. പട്ടിണിയിൽ നിന്ന് മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970 അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോബൽ പുരസ്കാരം ലഭിച്ചു. ഇനി അടുത്ത് നമ്മൾ ദാരിദ്ര്യരേഖ എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ദാരിദ്ര്യത്തിന്റെ പൊതുവായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് അവസര സമത്വമാണ്, മറ്റൊന്ന് തൊഴിലില്ലായ്മയും കടബാധ്യതയും വർദ്ധിച്ച ജനസംഖ്യയും വിലക്കയറ്റവുമാണ് ദാരിദ്ര്യത്തിന്റെ പൊതു കാരണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ബഹുമുഖ ദാരിദ്ര്യ